നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ജാമ്യം. 2 കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചു. SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇരു കേസുകളിലും തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യം ഉയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2.31 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. വർഷങ്ങളായി കാട് കയറിക്കിടന്ന കല്ലടയാറിന്റെ തീരത്തെ ടൂറിസം പാർക്കിന് ശാപമോക്ഷം. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെ പാർക്ക് ശുചീകരിച്ചു. പാർക്ക് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തം. സംസ്ഥാനത്ത് മാസപ്പിറവി ദൃശ്യമായില്ല. പുണ്യങ്ങളുടെ പൂക്കാലവുമായി വിശുദ്ധ റംദാൻ മാസത്തിന് വ്യാഴാഴ്ച തുടക്കം. ഇനിയുള്ള ദിവസക്കാലം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ നിർഭരം. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. 2 കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇരു കേസുകളിലും തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിൽ മോചിതനാകുന്ന 6ാമത്തെയാളാണ് തന്ത്രി കണ്ഠരര് രാജീവരര്. 2026 ജനുവരി 9 അറസ്റ്റിലായ തന്ത്രിക്ക് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരു കേസുകളിലും ജാമ്യം അനുവദിച്ചത്. ഭരണപരമായ കാര്യങ്ങളിലല്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് പങ്കെന്നായിരുന്നു തന്ത്രിയുടെ വാദം. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘവും പരാജയപ്പെട്ടു. ഇതൊക്കെ പരിഗണിച്ചാണ് തന്ത്രിയുടെ ജാമ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളും SIT കോടതിയിൽ സമർപ്പിച്ചുവെങ്കിലും ജാമ്യം ലഭിക്കുന്നത് തടയാനായില്ല. കർശന ഉപാധികളോടെയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വേനൽ ചൂട് ശക്തമായതോടെ കൊല്ലത്ത് തീപിടുത്തം പതിവാകുന്നു. പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ കുറ്റിക്കാടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കൊല്ലം പോലീസ് ക്വാർട്ടേഴ്സിനും ഹോക്കി സ്റ്റേഡിയത്തിനും സമീപത്തെ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. പോലീസ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പല ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലുമുണ്ടായി. കടപ്പാക്കടയിൽ നിന്നുമെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ സമ്മേളനം നടന്നു. നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളം തിരസ്കരിച്ച പലതും തിരികെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുകയാണെന്ന് MLA ചൂണ്ടിക്കാട്ടി. കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിലാണ് കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ സമ്മേളനം നടത്തിയത്. നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളം തിരസ്കരിച്ച പലതും ബോധപൂർവം തിരികെ കൊണ്ടുവരുന്നതിന് ഉദാഹരണമാണ് ജാതിമത വിശ്വാസങ്ങളെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. നാടിന്റെ വികസനത്തിന് പകരം ജനങ്ങളുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ആഘോഷപൂർവ്വം ചർച്ച ചെയ്യപ്പെടുകയാണെന്നും MLA ചൂണ്ടിക്കാട്ടി. ഈ കേരളത്തിലെ ഏതെങ്കിലും കുടുംബത്തിനെ ബാധിക്കുന്നതാണോ? ഒരു കുടുംബത്തെങ്കിലും ബാധിക്കുന്നതാണോ? ആ തരത്തിലേക്ക് ചർച്ചകളെ മാറ്റുന്നു. എന്തിനു വേണ്ടി? നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, നാട്ടിലെ സമാധാനം, ഇതൊന്നും ഡിസ്കഷനിലേക്ക് വരാതിരിക്കാനുള്ള ബോധപൂർവമായ, അതിനാണ് നമ്മൾ പറയുക, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലിക്കുന്ന പഴയകാല തന്ത്രം. അതിപ്പോഴും കേരളത്തിൽ തുടരുന്നു. കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പൊ ഞാൻ പറഞ്ഞു, 1 ജനങ്ങളുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരിക. 2, ഇപ്പൊ വികസനവും ക്ഷേമവും, ശമ്പളം കിട്ടുന്നില്ല, ശമ്പള കുടിശ്ശിക, അതിന്റെ സമരം ഇല്ലേ,
ഇതൊന്നും ഇപ്പൊ കേരളത്തിലില്ല. ഇപ്പൊ അതെല്ലാം ഇല്ലാതായി, അതെല്ലാം സഫിഷ്യന്റായി മാറിയതിന്റെ ഭാഗമായി ഇപ്പൊ ചർച്ചകൾ എന്തിന്റെ പേരില്ല, കേരളം തിരസ്കരിച്ച പലതും തിരിച്ചു കൊണ്ടുവരുവാൻ ബോധപൂർവമായ പരിശ്രമം നടക്കുക. തിരസ്കരിച്ചത് തിരികെ വരുത്താൻ. അവിടെയാണ് ജാതി, മതം, വിശ്വാസം ഇതിന്റെയൊക്കെ പേരിലുള്ള ചർച്ചകളാണ് ഇപ്പം വരുന്നത്. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് RS കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. KPA സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് SR അനുസ്മരണ പ്രമേയവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അരുൺ ദേവ് SS രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. SP ട്രെയിനി അമൃത, KPA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഞ്ജു കൃഷ്ണൻ, കൊല്ലം ACP രാജേഷ് CR, കരുനാഗപ്പള്ളി ACP C ജോൺ, ചാത്തന്നൂർ ACP അനുരൂപ് RS, KPOA ജില്ലാ സെക്രട്ടറി ജിജു C നായർ, KPA ജില്ലാ സെക്രട്ടറി C വിമൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യമുയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2.31 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അധ്യയനം ആരംഭിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് നൽകിയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്. കഴിഞ്ഞ 10 വർഷവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഏതറ്റം വരെയും പഠിപ്പിക്കാൻ തയ്യാറായ സർക്കാരാണ് ഇപ്പോഴുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ വിദേശത്ത് വിട്ടുപഠിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്നും നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കേരളത്തിൽ എന്നെ സമീപിച്ച MLA-മാർ അതിൽ 1-ാം നമ്പറാണ് സുജിത് വിജയൻപിള്ള എന്ന് അഭിമാനത്തോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കെട്ടിടം കിട്ടിയത്. MLA വീട്ടിൽ നിന്ന് ഉറങ്ങിയാലും ഈ കെട്ടിടം വരത്തില്ല. 150 സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ പണിതു. 150 കോടിയുടെ കെട്ടിടങ്ങൾ, 150 കോടിയുടെ കെട്ടിടങ്ങൾ കേരളത്തിൽ പണിഞ്ഞു വിശ്വസിച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിൽ 2.25 കോടി രൂപ ഇവിടെ മുടക്കിയത് ഒറ്റയാടെ കഴിവാണ്. അത് സജി ചെറിയാന്റെ അല്ല, ഗവൺമെന്റ് അല്ല. അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ച് അതിന്റെ പുറകെ നടന്ന് ഇതിവിടെ പണിയണം, ഇതിന് പണം അനുവദിക്കണം, ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടപെട്ട നിങ്ങളുടെ MLA ആണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ടീച്ചറിനോട് എത്ര കുട്ടികളെ, എല്ലാം കൂടി 350-400 നല്ല മാറ്റമുണ്ട്, ഇതൊന്ന് പെയിന്റ് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് പെയിന്റ് അടിക്കണം, നല്ല വൃത്തിയുള്ള സ്കൂളാണ്, PTA സജീവമാകണം. നമ്മുടെ PTA എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പൊതുവിദ്യാഭ്യാസം വലിയ തരത്തിൽ മാറിയിരിക്കുക. ഇപ്പൊ പാഠപുസ്തകം കൊടുക്കുന്നതാ പ്രശ്നം. കൊടുക്കാതെ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ 3 മാസം മുമ്പ് പാഠപുസ്തകം കിട്ടുക. നമ്മുടെ ശിവകുട്ടി എന്ന് പറയുന്ന മന്ത്രി, നിങ്ങളുടെ അപ്പൂപ്പൻ, എത്ര സമർത്ഥനായ മന്ത്രിയാണെന്നറിയാവോ? അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ്, ഗവൺമെന്റുകളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇവിടെ പാഠപുസ്തകം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അധ്യാപകരെല്ലാം കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുതരും. ക്ലാസ്സൊക്കെ തുടങ്ങി 2-3 മാസം കഴിയുമ്പോൾ. ഇപ്പൊ 3 മാസം മുമ്പ് പാഠപുസ്തകം തന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായി നമുക്ക് സർക്കാർ ഫണ്ടുകൾ നല്ല രീതിയിൽ ലഭിച്ചു. ഇവിടെ എല്ലാം പ്രതിസന്ധിയായി വരുന്നത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ്. നമ്മൾ 2021 അന്ന് സ്കൂളിൻ്റെ പ്രപ്പോസലായിട്ട് പോകുമ്പം ഇവിടെ 300-ൽ താഴെ കുട്ടികളേ ഉള്ളൂ. ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ്, പക്ഷേ അത്രയും കുട്ടികളേ ഉള്ളൂ. അധ്യാപകർ പലരും ഇവിടെ ട്രാൻസ്ഫറായി കിട്ടുമ്പോൾ ഈ പഞ്ചായത്തിലുള്ളവർ ഇവിടെ കയറാൻ തയ്യാറാവുന്നില്ല, ഭൗതിക സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇവിടെ ഹൈടെക് ക്ലാസ് റൂമുകളടക്കം സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷേ ഞാൻ MLA ആയതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ അന്നത്തെ PTയും അധ്യാപകരും എല്ലാം വിളിച്ചു വരുത്തി ഇവിടുത്തെ അസൗകര്യങ്ങളെല്ലാം കാണിക്കുകയും അതിന് പരിഹാരമുണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിത് സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, തടസ്സങ്ങൾ പലതും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ CRSന്റെ മേഖലയായതിനാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് CRSന്റെ പെർമിഷൻ വേണം. ഓരോ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിന് ഒരുപാട് കാലതാമസങ്ങളുണ്ടാകും. ഈ കാലതാമസങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. നിരവധി തവണ CRSന്റെ ഓഫീസിൽ നേരിട്ട് തന്നെ പോകേണ്ടി വന്നു. ഓരോ കമ്മിറ്റികളിലും ശുപാർശ ചെയ്യേണ്ടി വന്നു. കോവിഡിൻ്റെ സമയമായതിനാൽ ഒരുപാട് നാൾ CRS കമ്മിറ്റി തന്നെ കൂടാതിരുന്നതിനാൽ ഒരുപാട് താമസങ്ങളുണ്ടായി. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിജ അനിൽ, IREL ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഭക്തദർശൻ, പ്രിൻസിപ്പൽ S ശംനാഥ്, PTA പ്രസിഡന്റ് S സുമേഷ്, അരയസേവാ സമിതി പ്രസിഡന്റ് U രാജു, പ്രഥമാധ്യാപിക OA രഞ്ജിനി, വേദവ്യാസൻ, ശ്രുതി ഉഷാർ, ദീപു ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.
കൊല്ലം ജില്ലാ കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി. റിട്ടയർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ധർണ നടത്തിയത്. റിട്ടയേർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും കഴിഞ്ഞ 4 വർഷമായി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു ധർണ. ഇന്ദിരാ പനയം സമരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ നിരാഹാര സമരം ചെയ്യുകയാണ്. 2025 ഡിസംബർ 29 കേരളത്തിലെ എല്ലാ ജില്ലകളിലും കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തുകയും അവിടുത്തെ ലഭിച്ചില്ല. കൂടാതെ 16/1/2026 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം കൊടുത്തു. അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ എല്ലാ ജില്ലകളിലും ധർണ നടത്തിയിരുന്നു. ജനുവരി 16 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകുകയും ചെയ്തു. എന്നിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ജില്ലാ ഭാരവാഹികളായ രത്നമ്മ കുണ്ടറ, സുധാമ്മ, രാഗിണി, രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 4.5 വർഷമായി ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പുനലൂർ പ്ലാച്ചേരി സ്വദേശി സുധീർ മുഹമ്മദ് ഹനീഫയുടെ ചികിത്സയ്ക്കായാണ് സഹായ സമിതി രൂപീകരിച്ചത്. സുധീറിന്റെ ചികിത്സയ്ക്കായുള്ള തുക കണ്ടെത്താൻ എല്ലാവരുടെയും സഹകരണം ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. പുനലൂർ പ്ലാച്ചേരി താഴെപ്പാലോട് കലയനാട് ഹയാത്ത് മൻസിലിൽ സുധീർ മുഹമ്മദ് ഹനീഫയാണ് കഴിഞ്ഞ 4.5 വർഷമായി പൂർണ്ണമായും കിടപ്പ് രോഗിയായി കഴിയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് കുളിമുറിയിൽ വീണുണ്ടായ അപകടത്തെ തുടർന്ന് ഇദ്ദേഹം ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. വിവിധ ആശുപത്രികളിലായി ദീർഘകാലമായി ചികിത്സ നടത്തി വരികയാണ്. നിലവിൽ ദൈനംദിന ജീവിത ചെലവുകൾക്ക് പോലും ഇവരുടെ കുടുംബം ഏറെ ബുദ്ധിമുട്ടുകയാണ്. സുധീറിന്റെ ഭാര്യ സുനിതയുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരാനുള്ള ശ്രമമാണ് കുടുംബം നടത്തുന്നത്. സുധീറിന്റെ ചികിത്സയ്ക്കായി ധനസഹായ ഫണ്ട് സമാഹരിക്കാൻ സുധീർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പിതാവ് മുഹമ്മദ് ഹനീഫ, കൗൺസിലർ ഷൈൻ, പൊതുപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ AK നവാസ്, അനസ് കാരിറ, റഹീം കാരിറ എന്നിവരുടെ നേതൃത്വത്തിൽ സുധീർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പുനലൂരിൻ്റെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മാധ്യമരംഗങ്ങൾ ചെയ്യുന്ന നല്ല ഈ മാധ്യമരംഗത്തിനപ്പുറം മനുഷ്യത്വപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ. അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നതിനുമാണ് ഞങ്ങളിന്ന് ഈ പത്രസമ്മേളനം കൂട്ടിയത്. വളരെ നല്ല രീതിയിൽ പുനലൂർ ടൗണുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ഡ്രൈവർ ജോലി ചെയ്ത് സ്വന്തം കുടുംബം കൂട്ടുകയും ബാപ്പായും വൈഫിനെയും ഒക്കെ നോക്കി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവ്, 48 വയസ്സുള്ള കലയനാട് സ്വദേശിയായ സുധീർ, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ അസുഖം മൂലം കഴിഞ്ഞ 4.5 വർഷമായി കിടക്കയിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം വളരെ മോശപ്പെട്ടതാണ്. 2 സെന്റ് ഭൂമിക്കകത്ത് ഒരു ചെറിയ വീട്, ഒരു മുറിയും അടുക്കള എന്നൊന്നും പറയാനില്ലെങ്കിൽ പോലും അത് വളരെ സന്തോഷപരമായ രീതിയിലാണ് മുമ്പോട്ട് ജീവിതം പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ അദ്ദേഹം വയ്യാതെ വീണിട്ട് ഏതാണ്ട് 4 വർഷം കഴിഞ്ഞു, 4 വർഷത്തോളം ആകും. അപ്പോൾ അദ്ദേഹത്തിനൊരു കൈത്താങ്ങാവാനും സുമനസ്സുകളുടെ സഹായം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ച് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ട്. ധനശേഖരണത്തിന് തുടക്കം കുറിച്ച് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സുധീറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ സഹായമായി നൽകി. നമുക്കെല്ലാം ഏറെക്കാലം പരിചയമുണ്ടായിരുന്ന, നമ്മളോടൊപ്പമൊക്കെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സുധീർ, കലയനാടാണ് സുധീറിൻ്റെ വീടെങ്കിലും നമ്മുടെ ടൗണിലെ സജീവ സാന്നിധ്യമായിരുന്നു, ഡ്രൈവറായിരുന്നു. സുധീർ കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരു സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് പൂർണ്ണമായി ശരീരം തളർന്ന് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് പണം ചെലവാക്കി ചികിത്സിച്ചെങ്കിലും ഇതുവരെ സുധീറിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടിപ്പോൾ സുധീറിനോട് അടുപ്പമുള്ള ആളുകളെല്ലാവരും കൂടി ചേർന്ന് ഒരു വിദഗ്ധ ചികിത്സ സുധീറിന് ലഭ്യമാക്കി 46 വയസ്സ് മാത്രം പ്രായമുള്ള സുധീറിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസാന പരിശ്രമം നടത്തുകയാണ്. നമ്മളെല്ലാവരും ആ കാര്യത്തിൽ പങ്കുചേരണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.
നിലവിലെ സാഹചര്യത്തിൽ തുടർ ചികിത്സയ്ക്കും ജീവിത ചെലവുകൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം കുടുംബത്തിന് ലഭ്യമല്ല. ഇതിനാൽ സുമനസ്സുകളുടെ കരുണയും സഹായവും അഭ്യർത്ഥിക്കുന്നതായി സുധീർ ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. സുധീർ മുഹമ്മദ് ഹനീഫയെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ പിതാവിന്റെയോ വാർഡ് കൗൺസിലറുടെയോ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വർഷങ്ങളായി കാട് കയറിക്കിടന്ന കല്ലടയാറിന്റെ തീരത്തെ ടൂറിസം പാർക്കിന് ശാപമോക്ഷം. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് പിൻവശത്തായി നിർമ്മിച്ച പാർക്കിലെ കാടുകളും മാലിന്യങ്ങളും പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായും മാറിയിരുന്ന പ്രദേശം വൃത്തിയാക്കിയതോടെ പാർക്ക് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി. ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച പാർക്ക് പണികൾ പാതിവഴിയിൽ നിലച്ചതോടെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു. നടപ്പാതകളിലേക്ക് കാട് കയറുകയും ഇരിപ്പിടങ്ങൾ നശിക്കുകയും ചെയ്തതോടെ ഇടജന്തുക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമായി. എന്നാൽ നഗരസഭയുടെ പുതിയ ഇടപെടലിലൂടെ പ്രദേശം വൃത്തിയാക്കിയത് സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ആശ്വാസമാവുകയാണ്. പുനലൂരിന്റെ അടയാളമായ തൂക്കുപാലത്തിന്റെ ദൂരക്കാഴ്ചയും കല്ലടയാറിന്റെ മനോഹാരിതയും ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഇടമില്ലെന്ന പരാതിക്ക് പരിഹാരമായാണ് പാർക്ക് വിഭാവനം ചെയ്തത്. PS സുബാൽ MLA നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടന്നിരുന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. നിലവിൽ നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതോടെ ബാക്കിയുള്ള അനുബന്ധ ജോലികൾ കൂടി വേഗത്തിലാക്കി പാർക്ക് ഔദ്യോഗികമായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിലാണ് നഗരവാസികൾ. അടിയന്തരമായി പാർക്കിന്റെ ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പാർക്ക് തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി ഗവൺമെന്റ് കോളേജ് കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് SFI ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് അയണിവേലിക്കുളങ്ങരയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളിയിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനു വേണ്ടി കഴിഞ്ഞ LDF സർക്കാർ തൊടിയൂരിൽ അനുവദിച്ച സ്ഥലത്ത് കെട്ടിട നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് SFI കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ MLA R രാമചന്ദ്രൻ മുൻകൈയെടുത്ത് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും മറ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിലും കഴിഞ്ഞ 4.5 വർഷക്കാലമായി കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടായില്ലെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. അയണിവേലിക്കുളങ്ങര JFKM VHSSലെ അജയ് പ്രസാദ് നഗറിൽ നടന്ന സമ്മേളനം SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ ലോകത്തിന്റെ ഒരു വശത്ത് ചെറിയ ശതമാനം വരുന്ന മനുഷ്യർ വലിയ സമ്പത്ത് വെച്ചുകൊണ്ട് സുഭിക്ഷമായി ജീവിക്കുമ്പോൾ, ആഹ്ലാദിച്ച് ജീവിക്കുമ്പോൾ, അതിന്റെ മറ്റേ തലയ്ക്കൽ ഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനകോടികൾ മരണത്തിലേക്ക്, ദാരിദ്ര്യം മൂലം മരണത്തിലേക്ക് തള്ളി നീക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്ത് ഇങ്ങനെ വലിയ അസമത്വം നിലനിൽക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയെല്ലാം ശ്രദ്ധിക്കാനുള്ള ആളുകളായിരിക്കും, അല്ലെ? ആരാണ് ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം നിലവിലാക്കാണ്? എലോൺ മസ്കാണ് ഇന്ന് ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം. പക്ഷെ കഴിഞ്ഞ വർഷം 2025 അവസാന പാദത്തിൽ സെപ്റ്റംബർ മാസത്തിലാണ് പോകുന്നത്. ഒരു ദിവസം കൊണ്ട് ഈ സമ്പന്നന്മാരുടെ പട്ടികയിലെ 6ാം സ്ഥാനക്കാരനായ ഒറാക്കൽ കമ്പനിയുടെ CEO ലാറി എലിസൺ ഒരു ദിവസം കൊണ്ട് എലോൺ മസ്ക് എന്ന 1ാം സ്ഥാനക്കാരനെ വെട്ടിക്കൊണ്ട് 1ാം സ്ഥാനം കൈവരിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ദിവസം കൊണ്ട് അയാളുടെ സമ്പത്തിന്റെ മുകളിലേക്ക് ലാറി എലിസന് എത്ര സമ്പത്തുണ്ടായിരുന്നോ ആ ആസ്തിയുടെ മുകളിലേക്ക് 6.5 ലക്ഷം കോടി രൂപ കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് അയാൾ 1ാം സ്ഥാനക്കാരനാകുന്നത്. ഏരിയ പ്രസിഡന്റ് S മഹേശ്വർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ പ്രവീൺ മനക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി JP സുധീന്ദ്രനാഥ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം നജീബ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി കാർത്തിക്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യപ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഫ്സൽന, അസ്ലം, അഭിജിത്ത്, CPM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B ഗോപൻ, M സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റായി K അർജുനെയും വൈസ് പ്രസിഡന്റുമാരായി ബാലാജി, ഹാഷിം എന്നിവരെയും സെക്രട്ടറിയായി S മഹേശ്വറിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി നിയാസ്, അനശ്വര എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുണ്യങ്ങളുടെ പൂക്കാലവുമായി വിശുദ്ധ റമദാൻ മാസത്തിന് വ്യാഴാഴ്ച തുടക്കം. ഇനിയുള്ള 30 ദിവസക്കാലം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ നിർഭരമായ ദിനങ്ങളാകും.
സംസ്ഥാനത്ത് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഖാദിമാർ സംയുക്തമായാണ് റമദാൻ 1 വ്യാഴാഴ്ച ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇതിനായുള്ള ഒരുക്കങ്ങൾ ഗൃഹങ്ങളിലും പള്ളികളിലും പൂർത്തീകരിച്ചു. സ്രഷ്ടാവിന്റെ കാരുണ്യം വർഷിക്കുന്ന റമദാനിൽ നന്മകൾക്ക് കുറഞ്ഞത് 70 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് പണ്ഡിതർ പറയുന്നു. ഖുർആന്റെ അവതരണ മാസം കൂടിയാണിത്. ഖുർആനിലെ ആദ്യ വചനങ്ങൾ നൽകുന്ന സന്ദേശം വായിക്കുക, എഴുതുക എന്നതാണ്. റമദാനിലെ വ്രതപുണ്യത്തിൽ സ്രഷ്ടാവിന്റെ കാരുണ്യം നിറഞ്ഞൊഴുകുന്നതായി അനുഭവപ്പെടാറുണ്ടെന്നും പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. റംസാനിലെ ആദ്യ 10 കാരുണ്യത്തിൻ്റെതാണ്. രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെതാണ്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ സുപ്രധാനമായതാണ് സൂറത്തുൽ ഖദർ. 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറയിൽ ലൈലത്തുൽ ഖദർ എന്ന നിർണായക രാത്രിയാണ് പരാമർശം. റമദാനിലെ ഈ രാത്രിക്ക് 1000 മാസം അനുഷ്ഠിക്കുന്ന നന്മകളെക്കാൾ നന്മ നൽകാൻ കഴിയും എന്നതാണ് പ്രത്യേകത. നന്മകൾ നിറഞ്ഞ പുണ്യ റമദാൻ കടന്നുവരുന്നതോടെ വിശ്വാസികൾക്കിനി അനുഗ്രഹപൂർണമായ പ്രാർത്ഥനാപൂർവമായ ദിനങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നീണ്ടകരയിൽ വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾ സനാതനാണെന്ന് ബോധ്യപ്പെട്ട 10 വർഷമാണ് കടന്നു പോകുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ താമസിക്കാൻ ആളില്ലെന്നും ഫ്ളാറ്റ് വേണോ എന്ന് ചോദിച്ചിട്ടും ആളെ ലഭിക്കാത്തത്ര ഫ്ളാറ്റുകളാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഫ്ളാറ്റുകൾക്ക് ആളുകൾ ആവശ്യത്തിനുള്ളത്. അവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഫ്ളാറ്റുകൾ പൂർത്തിയാകുന്നതോടെ അതും പരിഹരിക്കപ്പെടും. നീണ്ടകര വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണം, ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ശക്തികുളങ്ങരയിലെ ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുനർഗേഹം 50 മീറ്ററുള്ളിലുള്ള മത്സ്യത്തൊഴിലാളികളെ മാറ്റി താമസിക്കുന്ന പ്രക്രിയയിലും 3600ഓളം വീടുകൾ, ഫ്ളാറ്റുകൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പൂർത്തീകരിക്കുന്നുണ്ട്. 2016 ഗവൺമെന്റ് വരുമ്പോൾ കണ്ട ഒരു പ്രശ്നം, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഭവനം നഷ്ടപ്പെട്ട് സർക്കാർ കെട്ടിടങ്ങളിൽ അന്തി ഉറങ്ങിയെങ്കിൽ ഈ നീണ്ടകര ഹാർബറിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടം, ഒരു മത്സ്യത്തൊഴിലാളിയും വഴിയാധാരമല്ല, അവർ സനാഥരാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഞാൻ നടത്തിയത്. ഇന്ന് നിർമ്മിച്ച ഫ്ളാറ്റിൽ താമസിക്കാൻ ആളില്ല. മണ്ണമ്പുറം ഫ്ളാറ്റിൽ 204 ഫ്ളാറ്റുകൾ കെട്ടിയിട്ട് 35 അപേക്ഷ വന്നു. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി ഫ്ളാറ്റ് വേണോ ചോദിക്കാൻ പറഞ്ഞു. എന്നാലും പറഞ്ഞു വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആവശ്യക്കാരുടെ എണ്ണം ഇപ്പോ ലേശം കൂടി നിൽക്കുന്നത്. അവിടെ 400 ഫ്ളാറ്റുകൾ ഇപ്പോ അവിടെ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വലിയ തുറയിൽ കടകംപള്ളിയിൽ 225 ഫ്ളാറ്റുകൾ ഇപ്പോൾ പണി തുടങ്ങി. അതുകൂടെ പൂർത്തീകരിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നം. ഇതാണ് കരുതലെന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് മാത്രമല്ല കരുതൽ, 47 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രി എന്നതിൽ ഞാൻ പോയി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം. തങ്ങൾ അനാഥരല്ല, സനാഥരാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ട 10 വർഷമാണ് കഴിയുന്നത്. തീരപ്രദേശത്തെ സ്കൂളുകളുടെ വികസനം കണ്ട് താൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. പിന്നോക്കമായിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മുന്നോക്കക്കാരായി സർക്കാർ മാറ്റി. തീരദേശ മേഖലയിലെ ആശുപത്രികളും നവീകരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരുതലാണ് സർക്കാർ ഈ കാലയളവിൽ നടത്തിയത്. നീണ്ടകരയിൽ ഉയരുന്ന വലനിർമ്മാണ കേന്ദ്രത്തിലൂടെ 150 പേർക്ക് തൊഴിൽ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. തീരദേശത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് 3 പ്രധാന പദ്ധതികളുടെ ഇവിടെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വലകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക. അത് സർക്കാരിൻ്റെ തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ഈ 3 സ്ഥലങ്ങളിൽ മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ 3 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിവർഷം 1250 ടൺ വലകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മത്സ്യമേഖലയുടെ ആവശ്യമനുസരിച്ച് നോക്കിയാൽ
4000 ടണ്ണോളം വലകൾ നമുക്ക് ആവശ്യമാണ്. ഈ വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടാണ് സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നീണ്ടകര ഫിഷിംഗ് ഹാർബറോട് അനുബന്ധിച്ച് ഒരു വല നിർമ്മാണശാല ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള പണം അനുവദിക്കുകയും ചെയ്തു. സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഈ മത്സ്യബന്ധന മേഖലയെ അടുത്ത ഒരു തലമുറയിലേക്ക്, അടുത്ത ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം 4 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച ഒട്ടുമിക്ക പദ്ധതികളും പൂർത്തീകരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിൻ്റെയും ഒരു സന്തോഷ മുഹൂർത്തത്തിൽ തന്നെയാണ്. കൗൺസിലർ ദീപു ഗംഗാധരൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി ഹെൻറി, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ G രാജദാസ്, സബീന സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്, തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ജാമ്യം. 2 കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചു. SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യം ഉയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2.31 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. വർഷങ്ങളായി കാട് കയറിക്കിടന്ന കല്ലടയാറിന്റെ തീരത്തെ ടൂറിസം പാർക്കിന് ശാപമോക്ഷം. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെ പാർക്ക് ശുചീകരിച്ചു. പാർക്ക് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തം. സംസ്ഥാനത്ത് മാസപ്പിറവി ദൃശ്യമായില്ല. പുണ്യങ്ങളുടെ പൂക്കാലവുമായി വിശുദ്ധ റംദാൻ മാസത്തിന് വ്യാഴാഴ്ച തുടക്കം. ഇനിയുള്ള ദിവസക്കാലം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ നിർഭരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.